ഇത്തരം സിനിമകൾ ഇപ്പൊ നിങ്ങൾ എല്ലാവരും ഒരേ വൈബിലാണ് ഈ സിനിമയിൽ നിൽക്കുന്നത്. ഇതിൽ ആരാണ് നായകൻ ആരാണ് നായിക എന്ന് നമുക്ക് ചിന്തിക്കേണ്ട കാര്യങ്ങളുള്ള ഒരേപോലെ സ്ക്രീൻ ഷെയർ ചെയ്ത് പോയിരിക്കുന്ന ഒരു സിനിമ ആയിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എങ്ങനെയാണ്? ഞാൻ വിശ്വസിക്കുന്നത് ഞങ്ങൾ വിശ്വസിക്കാത്ത പോലെ അല്ല, അങ്ങനെയാണ് അല്ല, ഞാൻ എന്റെ കാഴ്ചപ്പാടാണ് പറഞ്ഞത്. എന്റെ കാഴ്ചപ്പാടാണ് പറഞ്ഞത്. ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നു. നിങ്ങൾ വിശ്വസിക്കുന്നില്ലേ? ഇല്ല, അത് അല്ല, അങ്ങനെ ചോദിച്ചെന്നാ ചോദിച്ചേ. ഞങ്ങളും അങ്ങനെ തന്നെയാണ് അല്ലേ? ഞാനും വിശ്വസിക്കുന്നു. ഞങ്ങളും വിശ്വസിക്കുന്നു. തീർച്ചയായിട്ടും അങ്ങനെ തന്നെ കേട്ടോ. കാരണം വെച്ചാല് ട്രെയിലറിൽ കണ്ട പോലെ എല്ലാവർക്കും ഓരോ കാര്യങ്ങളുണ്ട് ഈ പടത്തിൽ ചെയ്യാനായിട്ട്. ചില പോയിന്റിൽ ഒരാൾ ലീഡ് ചെയ്യും, മറ്റേ പോയിന്റിൽ മറ്റേ ലീഡ് ചെയ്യും. കാരണം ലീഡ് ചെയ്യുന്ന വെച്ചാൽ ആക്ടിങ് വൈസ് അല്ല, കഥ കൊണ്ടുപോകുന്ന രീതിയിൽ അവർക്ക് ഓരോരോ പാർട്ടും ഈക്വലായിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ പടത്തിൽ അത് ആ രീതിക്ക് തന്നെ അനുയോജ്യമായിട്ടുള്ള രീതി, അല്ലാതെ കുത്തിക്കയറ്റി വെച്ച പോലെ ഒന്നും ഒരിക്കലും പോയിട്ടില്ല. കഥാപരമായിട്ട് കഥാപാത്രങ്ങളും എല്ലാം കൂടി ഒരുമിച്ച് വെച്ചാൽ റൊമാൻസിന്റെ പേരിലുള്ള പോലെ തന്നെ എല്ലാവരും ബോണ്ടായി വരുന്നതാണ്. ഒരു പോയിന്റിൽ ഫുൾ സെപ്പറേറ്റഡ് ആയിരിക്കും, ഒരു എനിമീസ് പോലെ ഇരിക്കും, അല്ലെങ്കിൽ ചെറിയ ഈഗോ അല്ലെങ്കിൽ ക്ലാഷസ് ഉള്ള ആൾക്കാരായിരിക്കും. പോകെ എല്ലാവരും ഒരു ഫ്രണ്ടിന് വേണ്ടി ഏത് എക്സ്റ്റെൻറ്റ് വരെയും ഒരുമിച്ച് നിന്ന് ഒറ്റക്കെട്ടായിട്ട് ഒരു പുലി വന്നാൽ പോലും നോക്കാടാന്ന് പറഞ്ഞ് നിൽക്കുന്ന അവസ്ഥയിൽ വരെ എത്തുന്ന ഒരു പോയിന്റ് എത്തുന്നതാണ് പടത്തിലെ മേജർ പരിപാടി. അപ്പൊ അതിൽ ഈക്വലായിട്ട് നിന്നാൽ മാത്രമേ പടത്തിന് കാണുന്ന ആൾക്കാർക്ക് അത് ഫീൽ ചെയ്യുള്ളൂ. മനസ്സിലായി. ഈ സിനിമയിലെ ലൊക്കേഷനിലുണ്ടായ നിങ്ങൾ 5 പേർക്ക് ഇടയിലുണ്ടായ അനുഭവങ്ങൾ, ലൊക്കേഷനിലുണ്ടായ അനുഭവങ്ങൾ, ഓരോ അനുഭവം സ്ഥിരം മറ്റേ ഇതായി കോമൺ ആയിട്ട് അനുഭവം അവിടെ വെച്ചുണ്ടായ പ്രശ്നങ്ങൾ പറഞ്ഞാൽ പ്രശ്നവും കാർ ആക്സിഡന്റ് ആയിരുന്നു ഏറ്റവും വലിയ പ്രശ്നം. അത് പിന്നെ നമ്മൾ ചോദിക്കേണ്ട അത് കോമൺ ആയിട്ട് നടന്ന അതാണ് പ്രശ്നം. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഇത് ഏറ്റവും സത്യം എന്ന് വെച്ചാൽ ഈ മേജർലി ഈ പടത്തിലെ എല്ലാ ക്രൂവിലെ എല്ലാവർക്കും ഡീറ്റെയിൽഡ് കാര്യം എന്താ നടക്കണെന്നുള്ള പ്രോപ്പർ അറിവുണ്ട്. അല്ലാണ്ട് മറ്റേ നമ്മള് ചില സ്ഥലത്ത് പോയി കഴിയുമ്പോൾ എന്താ എടുക്കണം അത് അറിയില്ല, ചോദിക്കണം ഇങ്ങനെ ചോദിക്കണം, ആ സാധനമൊന്നും ഇല്ല. എല്ലാവർക്കും എല്ലാം അപ്ഡേറ്റഡ് ആണ്. എന്താണെന്നുള്ള ക്ലിയർ പിക്ചർ ഡയറക്ടറിനെ പോലെ തന്നെ കൂടെ നിൽക്കുന്ന എല്ലാവർക്കും അറിയാം. ഇപ്പൊ അഖിലേട്ടൻ DOP ആണെങ്കിലും ഇന്നലെ പറഞ്ഞപ്പോഴേ അത് പ്രോപ്പറായിട്ട് അത് ജഡ്ജ് ചെയ്തത് വെച്ചാൽ അവർ ഷോർട്ട് ഡിവൈഡ് ചെയ്ത് നമ്മളെ കൊണ്ട് റിഹേഴ്സൽ ചെയ്തിട്ടൊക്കെയാണ് ലൈറ്റപ്പ് ചെയ്യുന്നത്. അല്ലാണ്ട് ലൈറ്റപ്പ് ചെയ്ത് വെച്ചിട്ട് നിങ്ങൾ അവിടെ നിന്ന് മാത്രമേ പ്ലേ ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ള രീതിയൊന്നുമല്ല. അപ്പൊ അവർക്ക് ഈ പടം മാക്സിമം നല്ല രീതിക്ക് ആൾക്കാരെ എടുത്ത് പിക്ചറൈസ് ചെയ്ത് കാണിച്ചു കൊടുക്കണം. അപ്പൊ അതിനുള്ള മാക്സിമം എഫേർട്ട് എല്ലാവരും എല്ലാ സൈഡിലും ഇട്ടിട്ടുണ്ട്. അപ്പൊ ഇവരിങ്ങനെ നിൽക്കണോണ്ട് ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ പ്രൊഡക്ഷൻ ടീമിൽ നല്ല ടീം, അവർ നല്ല അപ്ഡേറ്റഡ് നല്ല പ്രോപ്പർ ടൈമിൽ ചാർട്ട് ചെയ്തുകൊണ്ട് നമുക്ക് കൂടെ നിൽക്കാനും വർക്ക് ചെയ്യാനും ഭയങ്കര ഈസി ആയിരുന്നു. അതേപോലത്തെ ഷൂട്ട് ടൈമിലും എല്ലാം പ്രോപ്പറായിട്ട് പോയി നമുക്ക് വലിയ റഷായിട്ടോ അല്ലെങ്കിൽ ടയർഡിങ് ആയിട്ട് ഒരു പരിപാടി ഫീൽ ചെയ്യും. ഫൈറ്റ് സീൻ ഉണ്ടെങ്കിൽ 8 ദിവസത്തേക്ക് അത്ര നീട്ടി വെച്ച് പ്രോപ്പറായിട്ട് അതിന് ടൈം എടുത്ത് നമ്മൾ നല്ല നീറ്റായിട്ട് ചെയ്യാനുള്ള സമയവും തന്നിട്ടുണ്ട്. ഇവരുടെ പ്രോപ്പർ പ്ലാനിങ് അടിപൊളിയായിരുന്നു. അപ്പൊ ഇവരിങ്ങനെ കട്ടക്ക് നിൽക്കുന്നതുകൊണ്ട് നമുക്കും കട്ടക്ക് നിന്ന് പരിപാടി പൊളിക്കാനുള്ള മൂടുണ്ടായിരുന്നു പടത്തിൽ. അത് റിഫ്ലക്ട് ചെയ്തിട്ടുണ്ടാവും പടത്തിന് ഉണ്ടാവും എന്ന് നമുക്ക് വിശ്വസിക്കാം. ഫെബ്രുവരി 14 പ്രണയദിനമാണ്. ആദ്യം പ്രണയിച്ച ആരെയാണ്? അങ്ങനെ ചോദിച്ചാൽ ഓർമ്മയില്ല കേട്ടോ. സ്കൂളിലൊക്കെ പഠിക്കുമ്പോ നമ്മള് ആ സമയത്തൊരു ചെറിയ പ്രായത്തിൽ ആരോടെങ്കിലും ഒക്കെ പ്രണയം തോന്നുന്നതായിരിക്കുമല്ലോ. ഇപ്പൊ പ്രണയം ഭാര്യയോടാണ്. ഇപ്പൊ അത് പറഞ്ഞിട്ട് വീട്ടിൽ പോക്കണക്കില്ല. അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ്. ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട്. ലോകോത്തര ബ്രാൻഡുകൾ, ഒറിജിനൽ പ്രോഡക്ട്സ്, വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ.